ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പൊടികൾ മൂപ്പിക്കേണ്ട, സവോള വഴറ്റേണ്ട, കടുകും വറുത്തിടേണ്ട, ഇതൊന്നും ചെയ്യാതെ നൊടിയിടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അയലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ 2 അയലക്കുട്ടന്മാരെ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത്, പിന്നെ ഒരു സവോള ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞ് കഴുകി വൃത്തിയാക്കി 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച 2 കഷ്ണം കുടംപുളിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നികക്ക വെള്ളം ഒഴിച്ച് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെക്കുക. അപ്രതീക്ഷിതമായ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മീനുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത്. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. കുറച്ച് മതി, ഒരു 3 സ്പൂൺ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് മാതിരി അരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ അയലക്കറി ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴുള്ള ആ മണവും ടേസ്റ്റുമാണ്. എണ്ണ ചേർത്ത ഉടനെ നമ്മുടെ കറി മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങൾ പാകത്തിന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. പുളി കൂടുതലാണെങ്കിൽ നമുക്ക് പുളി അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് സമയം മതി കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അയലക്കറിയാണ്. ഇനി അയലക്കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.